ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ മിസ്റ്റർ കദീറിൻ്റെ കൂട്ടുകാരന് പിന്നെ ഒരു ഫിലിപ്പിനി ഉണ്ട്. അവരെല്ലാം നമ്മളെല്ലാം കൂടിയിട്ട് ഫിലിപ്പിനിക്ക് സ്കൈറ്റ് നോക്കണം. അപ്പോൾ അത് ദുബായ് മാളിൽ നല്ലൊരു അടിപൊളി കുഴപ്പമില്ലാത്ത കമ്പനീൻ്റെ നല്ല ഓഫറിലൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോകുന്നു. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ അടിപൊളി സ്കൈറ്റിങ് അതെല്ലാം സ്കൈറ്റെല്ലാം ഉണ്ട് അവിടെ, അതെല്ലാം കാണിച്ചു തരാം. പിന്നെ പുറത്തത്തെ കാഴ്ചകൾ, പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല ലുക്ക് സ്ഥലങ്ങളിൽ സ്കൈറ്റിംഗ് എല്ലാം ചെയ്യേണ്ടത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസിലാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് ഇതാ ദുബായ് മാളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ അതങ്ങനെ മെട്രോ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ആ ഒരു ബ്രിഡ്ജിമ്മ കൂടി, ആ ബ്രിഡ്ജിമ്മ കൂടി നടന്ന് പോകുന്ന വഴിയത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന. താഴത്തുള്ള വ്യൂ അതെല്ലാം അടിപൊളിയാണ്. പിന്നെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾ അതെല്ലാം കാണാൻ ഭയങ്കര ലുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലെ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ദുബായ് മാളിക്കുള്ള എൻട്രൻസ് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ അതിലിടക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ മാത്രം. ഷൂസ് വാങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ കുറച്ച് ദുബായ് മാളിൻ്റെ സൈഡിൽ കൂടിയും ബുർജുൽ അറബിൻ്റെ സൈഡിൽ കൂടെയൊക്കെയുള്ള കുറച്ച് സ്കൈറ്റിങ് ചെയ്തിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ലീവ് ദിവസമായതുകൊണ്ട് തന്നെ ഉണ്ട്. നമ്മളെ കദീർ, ഷഹീദ്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഫിലിപ്പിനി ഉണ്ട്. ഇതെല്ലാം നമ്മളെല്ലാം ഒരു കുറച്ചിങ്ങനെ പഠിച്ച് വരണമുണ്ട്. അവരെ രണ്ടാളും നല്ല രീതിയിൽ സ്കൈറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിലും സ്കേറ്റ് തന്നെയാണ്. അതിൽ നല്ല സ്റ്റെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ അതിനുള്ള സ്കേറ്റാണ് ആ ബാഗിലുള്ളത്. ഷഹീദ് നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് മാളിൻ്റെ ഉള്ളിലത്തെ സ്കേറ്റിങ്ങിൻ്റെ കടയിൽ നിന്ന് കുറച്ച് ഷൂസും കാര്യങ്ങളെല്ലാം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോസിലൂടെ. ബുർജുൽ അറബ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ആ ഒരു വ്യൂ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ്. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനത്തെ ദുബായ് മാളിൻ്റെ ആ ഒരു എൻട്രി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദുബായ് മാളിൻ്റെ ഉള്ളിലൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഷോപ്പിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല ഷൂസുകളെല്ലാം ഉണ്ട്. നമ്മൾ ഓഫർ നോക്കിയിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ സൈസ് ഇല്ല. അങ്ങനെ നമ്മൾ ഷൂസ് ഇവിടുന്ന് എടുക്കണില്ല കേട്ടോ. പക്ഷേ നല്ല അടിപൊളി കമ്പനി, നല്ല ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. നല്ല റേറ്റും ഉണ്ട്. റേറ്റ് ഞാനിതിൽ കാണിക്കുന്നില്ല. റേറ്റ് കാണിക്കാത്തത് വേറെ ഇത് ഒന്നും ഉണ്ടായിട്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പല റേറ്റ് ആവും. പിന്നെ അപ്പോൾ അത് നമ്മൾ റേറ്റ് കാണിച്ചിട്ട് ഇനി അതാ ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് റേറ്റിൻ്റെ കാര്യങ്ങൾ കാണിക്കില്ല. നല്ല അടിപൊളി കുട്ടികൾക്കുള്ളതും വലിയവർക്ക് പറ്റിയതും നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റിയതും നല്ല സ്പീഡ് സ്കേറ്റിങ്, ഹെൽമെറ്റ് കാര്യങ്ങൾ. അത് ഒരുപാട് വലിയ കടയാണ്. വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പോർട്സിൻ്റെ എല്ലാ A to Z സാധനങ്ങളുണ്ട്. നമ്മൾ വന്നത് സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ്. സ്കേറ്റ് ഷൂ വാങ്ങാനായതുകൊണ്ട് തന്നെ അത് കാണുന്നത്. ഓക്സിലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൂടുതലാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീല് മാത്രമേ നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അതുപോലെ ബെയറിങ്ങും വീലും കൂടിയിട്ടുള്ളതുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് നല്ല റേറ്റും ഉണ്ട്. അതിനുള്ള ക്വാളിറ്റിക്കുള്ള സാധനമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസാണ് എടുക്കുന്നത്. സ്ലോ മോഷൻ ചെയ്യാൻ പറ്റിയതും സ്പീഡ് ചെയ്യാൻ പറ്റിയതും അങ്ങനെ അടിപൊളി സ്കേറ്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഹെൽമെറ്റെല്ലാം നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. പിന്നെ ദുബായ് മാളിൻ്റെ ഉള്ളിലത്തെ കട ആയതുകൊണ്ട് തന്നെ പിന്നെ നല്ല അടിപൊളി സാധനങ്ങളാണ് കിട്ടുക. ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഷോപ്പാണ്. പിന്നെ നമുക്ക് അവിടെ ഏത് സാധനങ്ങൾ വാങ്ങുമ്പോഴും നമുക്ക് അവർ പ്രാക്ടീസ് എല്ലാം ചെയ്യാനുള്ള അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് അവർ കാണിച്ചു തരും. അങ്ങനെ ഇത് നമ്മളെ മിസ്റ്റർ കദീർ അതൊന്ന് ചെയ്യണം. അപ്പോൾ എന്നോട് ഞാൻ അവനെ പിടിച്ച് ഹെൽപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പിടിച്ചത് അവരാളെന്നുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ട് ഹെൽപ്പ് ചെയ്ത് തരും അതെങ്ങനെ ചെയ്യേണ്ടതെന്നല്ല. അപ്പോൾ അവനക്ക് ഇത് ചെയ്യാനൊരു ഭയങ്കര പൂതി. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മെയിൻ ഹൈലൈറ്റ് അല്ല അക്വാറിയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി അക്വാറിയത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അക്വാറിയത്തിൻ്റെ അവിടെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ലൈറ്റിങ്ങാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം. ഒരു ബ്ലൂ കടലിൻ്റെ അടിയത്ത തട്ടിത്ത ഒരു സംഭവം അതൊക്കെ. പിന്നെ ഒരുപാട് വലിയ മീനുകളെല്ലാം പോകുന്നതാണ് കാണുന്നത്. ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അക്വാറിയം തന്നെ കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് കയറാൻ 200 ദിർഹംസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മളിങ്ങനെ ഇറങ്ങിയത് സ്കൈറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. ഐസ് സ്കേറ്റിൻ്റെ കൊടുക്കുക. അപ്പോൾ
കെതിയറിന് ചെയ്യണമെന്നൊരു ഇത് ആശ നോക്കുമ്പോൾ അവിടെ ഭയങ്കര റേറ്റ്, അങ്ങനെ അത് ചെയ്തില്ല. അത് ചെയ്യാണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇതും ചെയ്യാൻ ഒരുപാട് കുട്ടികളും വലിയവരെല്ലാം ഉണ്ട് കേട്ടോ. പഠിപ്പിക്കുന്നുണ്ട്, പഠിച്ചവരെല്ലാം അടിപൊളിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ നോക്കി. നമ്മളെ സ്കേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡ് സൈഡിൽ കൂടെ ഇതിൽ കൂടെ ഉള്ള സ്കേറ്റിംഗ് അല്ലേ, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ സ്ഥലങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാണ്. അങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ്. അപ്പം സെക്യൂരിറ്റിയുടെ കാര്യങ്ങളെല്ലാം അതൊക്കെ നമുക്ക് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അത് ആ ഒരു ഫ്ലോട്ടിങ് ഒരു ബ്രിഡ്ജ് പോലെ സാധനം അവിടെ അങ്ങനെ പൊന്തി അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. അതിനെല്ലാം സ്പെഷ്യൽ പെർമിഷനും പൈസ എല്ലാം കൊടുക്കണം. ബുർജുൽ അറബാണ് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു വ്യൂ ഇത് എവിടെ നിന്ന് നോക്കിയെന്നുണ്ടാലും ഈ സംഭവം കാണും. അങ്ങനെ നമ്മൾ സ്കേറ്റിങ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ വ്യൂ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഷൂസെല്ലാം ഇടാൻ വേണ്ടി ഷൂസാണ് ഇരിക്കുന്നത്. ഫിലിപ്പിന് ഇട്ടുകൊണ്ടിരിക്കുന്നത്, കെതിർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ദ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പോയിന്നുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം ഷൂസെല്ലാം ഇടൽ കഴിഞ്ഞിട്ട് ഇതാ റൈഡ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ റൈഡ് ചെയ്യാം. അപ്പോൾ ആ ഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരെ കൂടെ ആഴ്ചയിൽ ഇങ്ങനെ റൈഡ് ചെയ്യാൻ പോകുന്നത് തന്നെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേറ്റിംഗ് എല്ലാം പഠിച്ച് വന്നിട്ട് ആ ഒരു ഇതായിട്ടുണ്ട്. ഷെയ്ദ് അവിടെ നിന്ന് സ്കേറ്റ് ചെയ്ത് വരുന്നത്. കെതിയറെല്ലാം ഇവിടെ ഭയങ്കര അഭ്യാസം കാണിച്ചിട്ട് പോകുന്നുണ്ടില്ല. അത് ഭയങ്കര രസം തന്നെയായിരുന്നു. ഫിലിപ്പിനൊക്കെ അങ്ങോട്ട് ഫിലിപ്പിൻ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സ്കേറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അവിടുത്തെ കാഴ്ചകളും പിന്നെ വാട്ടർ ഫ്ലോ ഉണ്ട്, അത് കാണിച്ചു തരാം. അതൊക്കെ ആയിട്ട് ഇത് പിന്നെ ഈ ഇൻ്റർലാക്കിൽ കൂടെയൊക്കെ നമുക്ക് സ്കേറ്റ് ചെയ്ത് പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസും നല്ലൊരു ഇതൊക്കെയാണ് കിട്ടുക. അപ്പോൾ അവരെല്ലാം അവിടെ എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഞാൻ പോകുന്നു. അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. ലീവ് ദിവസങ്ങൾ നമ്മളിങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. D3 അതേപോലെ ഷാർജയിൽ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ ദുബായ് മാളിൻ്റെ ആ സൈഡിലത്തെ കാര്യങ്ങളും പാർക്കും അതൊക്കെ ആയിട്ട്. പക്ഷേ ആൾക്കാർ കുറവ് നോക്കി നിങ്ങൾ വിചാരിക്കേണ്ട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ്, നല്ല ചൂടാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് ആൾക്കാർ കുറവുണ്ട്. തണുപ്പ് സമയത്തുണ്ട് ഈ ഭാഗത്തൊക്കെ ഫുൾ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ആ ചൂടിൻ്റെ ആ ഒരു ഇതിലായിട്ടും ഇത്രയും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തണുപ്പ് സമയത്ത് എത്രമാത്രം ആൾക്കാരുണ്ടാവും. പിന്നെ ഓരോ സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൈക്കും കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്കേറ്റ് ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ ഫിലിപ്പിൻ ഇതാ എന്നെ പോലെ തന്നെയാണ്, അത്ര വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. അവളും പഠിച്ചു വരുന്നൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെല്ലാം കറങ്ങി അങ്ങനെ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം. D3 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. പിന്നെ നേരൊക്കെ വഴി തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടാകാനായി ഏകദേശം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് D3 എത്തണം. D3 ഒരുപാട് കാഴ്ചകളാണ്. പിന്നെ അവിടെ തന്നെ വലിയൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ UAE. അതെല്ലാം കാണാൻ നല്ല ലുക്കാണ്. ഇതൊക്കെ ഫോട്ടോക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതിൻ്റെ അതിൽ കൂടെ നമ്മൾ സ്കേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ചകൾ. പിന്നെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ഡാൻസ് എല്ലാം വരാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ്ങിനാണ്. ഇപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ അതിങ്ങനെ ഒരു 2-3 മിനിറ്റ് മ്യൂസിക് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ പരിപാടി അതൊക്കെ ഇങ്ങനെ കാണും. പിന്നെ ഇത് ആൾക്കാരെ കയറ്റിയിട്ട് ഇങ്ങനെ പോകണതാണ് കേട്ടോ ട്രെയിൻ. അതിന് പ്രത്യേകിച്ച് പൈസ എല്ലാം കൊടുക്കണം. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ കെതീറും ഇതവരൊക്കെ കാണാറില്ല. അവിടെ അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടും സ്കേറ്റ് ചെയ്തിട്ടും ഇങ്ങനെ എല്ലാവരും അവരെ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നത്. കെതീർന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജമ്പിങ്ങിൻ്റെ ഉസ്താദാണ്. സ്ലോ മോഷൻ കുറച്ച് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ജമ്പിങ് സ്പീഡ് അത് ഭയങ്കര തന്നെയാണ്. അപ്പോൾ അവൻ്റെ അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മളിങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. ഇവിടെ വെള്ളം കുടിക്കാനുള്ള ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വെള്ളം ഇങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട് കേട്ടോ, ഒരുപാട് ദൂരത്തേക്ക് ഉണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കേറ്റിംഗ് ആണ് ഇപ്പോൾ വീഡിയോ എടുത്തു തന്നെ. നമ്മളെ ഷെയ്ദാണ് വീഡിയോ എടുത്തു തന്നതുകൊണ്ട് അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് സ്കേറ്റിംഗ് എല്ലാം ചെയ്യുകയാണ്. പിന്നെ ഈ റോട്ടിൽ കൂടി ചെയ്യണതും ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇതിൽ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അപ്പോൾ എങ്ങനെ തിരിഞ്ഞ് പോകുന്ന ആ ഒരു ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വന്നിട്ട് സ്കേറ്റിങ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വലിയ ഗ്രൗണ്ടിൽ നമ്മൾ വെറുതെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രം. അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ ഒരു പല സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂടിയും മറ്റേ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബാലൻസും കാര്യങ്ങളും പിന്നെ എങ്ങനെയൊക്കെ നിർത്തണം, നമ്മൾ സ്ലോ ആക്കണം, സ്പീഡ് ആക്കണം, അതുപോലെ ബ്രേക്ക് പിടിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് കിട്ടും.
ഇനി ഇവിടുത്തെ സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് D3 പോയിട്ട് D3ത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണാനുള്ളത്. നമ്മളൊക്കെ സ്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചെറിയൊക്കെ ചെയ്യും. നമ്മളെ സ്കേറ്റിങ് കണ്ടവർക്ക് അറിയാം അവന് പഠിച്ച് വരണുള്ളല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ സ്കേറ്റ് ചെയ്യും. ഓക്കെ തീരിൻ്റെ അഭ്യാസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവരൊക്കെ അവിടെ ഇങ്ങനെ പറക്കണം. പിന്നെ അങ്ങനെ അവരെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോണ് ജമ്പ് ചെയ്തിട്ട് ജമ്പിങ് ആണ് കെതിർ ഭയങ്കര സംഭവം. ഇതൊക്കെ ആൾക്കാർ ഫോട്ടോ വീഡിയോസ് എടുക്കണം മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ മ്യൂസിക് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, അത് കാണാനുള്ള ആൾക്കാർ. ഇതൊന്നും അല്ല തിരക്ക്. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ തണുപ്പ് സമയമാകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരാവും, കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറെ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുറച്ച് ആൾക്കാർ ഒഴിഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർഫോൾ ഇതിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നു. നമ്മൾ അതിലിടയ്ക്ക് ഇങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കാണുന്ന വീഡിയോസ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിൽ കൂടെ. എന്തായാലും ഈ കാഴ്ച നല്ല അടിപൊളി തന്നെ ആയിരുന്നില്ല ഇതെല്ലാം. പിന്നെ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടില്ല, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്കെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു ഇതൊന്നുമില്ല. ഇതാണ് മെയിൻ സംഭവം. ഇതിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ എത്രയോ ആൾക്കാർ പല ദൂരത്തുനിന്ന് വരുന്നതാണ്. അങ്ങനെ ഇരുട്ടായി തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളെല്ലാം നമുക്ക് ഇറങ്ങി അടിച്ച് നമ്മളിനി D3 പോകാൻ കേട്ടോ. അപ്പോൾ D3 പോകുന്ന വഴിത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡെല്ലാം ക്രോസ് ചെയ്ത് ഈ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ പോയി കുറച്ച് ദൂരം പോകാനുണ്ട്. അതും നല്ല വൈബായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി പ്രത്യേക വൈബല്ല, നല്ല ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇനി കാണാനുള്ളത്. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്കേറ്റിങ്ങിൻ്റെ പാർക്കാണ്. ഇവിടെ സ്കേറ്റിംഗ് ബോർഡും സ്കേറ്റിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാനും ഇവിടെ വന്നിട്ട് അങ്ങനെ ആദ്യം കൂടെ ഇങ്ങനെ ചെയ്ത് പഠിക്കണുള്ളൂ. ഇവിടെ ജമ്പിങ്ങും കാര്യങ്ങളും ഇതുമെല്ലാം ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. കെതിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക തരം ഷൂ കൊടുത്തിട്ടുണ്ട്. 2 വീലുള്ള ഇതിട്ടാ, ഇതിന് വന്നിട്ട് 2 വീലുള്ളൂ. അപ്പോൾ ഇത് എന്താണ് സ്റ്റെൻഡിങ് സ്റ്റൂ എന്നാണ് അവൻ പറഞ്ഞത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതവനക്ക് കുറച്ചറിയാം, അപ്പോൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതും കാണാം. പിന്നെ ഞാനും ഇവിടെ സ്കേറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം ഈ വീഡിയോസിലൂടെ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്കേറ്റിങ് തന്നെ നമ്മൾ എൻ്റെ ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്കേറ്റിങ്ങിൻ്റെ ബോർഡായിട്ട് വന്ന് ഞാനവിടെ വീണ്. പക്ഷേ അതത്ര വലിയ കാര്യമില്ല. അവൻ്റെ അത് പിടിച്ചിട്ട് അവൻ സോറി എല്ലാം പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ സ്ലോപ്പായി പോകുന്നതൊക്കെ പഠിക്കാനും അതിന് ബാലൻസ് കിട്ടാനും കുറച്ച് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു. ആ ഒരു ഇങ്ങനെ ഉണ്ട്, ആ ഒരു ഇറക്കത്തിക്കലുണ്ട് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ബാലൻസ് കിട്ടാനുള്ളത്. ഇന്ന് നേരപ്പായിട്ടുള്ള സ്ഥലത്ത് കൂടി പോവുക. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്കേറ്റിങ്ങിൽ പഠിക്കാനുണ്ട്. എന്തായാലും പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായി. ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി വരുന്നു. വന്നുണ്ടാലൊക്കെ ഞാൻ കൂടുതൽ നേരം ഇരിക്കാറൊന്നുമില്ല. ഈ സ്ഥലത്ത് കൂടെ ഒക്കെ ഇങ്ങനെ സ്കേറ്റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കും. വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരാത്ത സ്ഥലങ്ങളല്ലേ. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ആ ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അതൊക്കെ നമുക്ക് ഇതാക്കി എടുക്കണം. പിള്ളേരാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പഠിക്കും. ഇനി കെതിറിൻ്റെ ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയമ്മ കൂടി ഇങ്ങനെ നിരങ്ങി വരാൻ കണ്ടില്ലേ. അതൊക്കെ അവൻ കെതിർ പഠിച്ചു വരണം. അപ്പോൾ മറ്റോ ഹെൽപ്പ് ചെയ്യണം.